കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് കൂടുതൽ യാത്ര കാര്യങ്ങൾ, ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടം. അപ്പം ഞാൻ അത് ബേസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ച്. പണ്ട് തൊട്ട് ഞാൻ അങ്ങനെ പോകാറുണ്ട്. പക്ഷെ ഇപ്പം ഇങ്ങനൊരു പ്ലാനിലോട്ട് വന്നത് പെട്ടെന്ന് തോന്നൽ തോന്നി. അപ്പം ഇതായിട്ട് തുടങ്ങിയല്ലോ, അപ്പം എവിടെ പോകും എന്നുള്ളൊരു ഐഡിയ ആയിട്ട് വന്നപ്പോഴത്തേക്കാണ് മധുര വരെ പോയാലോ, നമുക്ക് ആദ്യത്തെ ബ്ലോഗ് മധുര വരെ. അപ്പം നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അപ്പം ഇൻട്രോയിലേക്ക് കിടക്കാം. ഹായ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ KL പാൽക്കർ. ഇൻട്രോ ഒക്കെ കഴിഞ്ഞു. അപ്പം നമ്മളൊരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആള് ഓൾറെഡി ഇപ്പോൾ ലേറ്റായി. ഒരു 2:50 ട്രെയിൻ, അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പം അവിടെ എത്തുമ്പോൾ രാവിലെയൊക്കെ ആവും. ഇപ്പം നമ്മളൊരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉമ്മയുടെ അനിയത്തിയുടെ മോനാണ്. അപ്പം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആഷിക്കാണ്. കുറേ നേരമായി, ഇതുവരെ എത്തിയിട്ടില്ല. ഉറക്കപ്പിച്ചില്ല, എണീറ്റേൻ്റെ ഒരു ഇതുണ്ട്. ആദ്യത്തെ ബ്ലോഗ് തന്നെ ഇങ്ങനെ ആയി പോകുമെന്ന് വിചാരിച്ചിട്ടില്ല. കുഴപ്പമില്ല. നിങ്ങൾക്കും ബോറടി ഇല്ലാതെ എനിക്കും ബോറടി ഇല്ലാതെ അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്കും ബോറടി ഇല്ലാതെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള രീതിയിൽ വീഡിയോ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ തന്നെ ആയിരിക്കും. എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണം. ആളെത്തിയിട്ടുണ്ട്. ഇത്ര താമസിച്ചിട്ടായാലും എന്താ, ആളിവിടെ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. ഓടിപ്പരച്ച് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ അനിയന്റെ ഡ്രസ്സ് എടുത്തിട്ടാണ് ഇട്ടേക്കുന്നത്. അത് പറഞ്ഞേനാണ് ഇത് ഇപ്പൊ അളിയ ഇങ്ങനെ കാണിക്കുന്നത്. അളിയ വാ, ഇവനെ ഒന്ന് മേയിച്ചു കൊണ്ടുവരണം തന്നെ ഒരു പാടാണ്. എങ്ങനെയും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പാടാണ്. എന്തായാലും ഓസിനടിക്കാൻ വന്നേക്ക്. റൂമും ഫുഡൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് വന്നത്. കൂടെ ഒറ്റയ്ക്ക് പോകാൻ വയ്യാത്തതുകൊണ്ട് കൂടെ ഒരാൾ വീഡിയോ എടുക്കാൻ ഒരാൾ വേണ്ടേ. അപ്പൊ നമുക്ക് കൊല്ലത്ത് നിന്നാണ് ട്രെയിൻ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് കരുനാപ്പള്ളിയിൽ നിന്ന് ബസ് വരെ നമ്മൾ കൊല്ലം വരെ പോവാണ്. ഇവനാണെങ്കിൽ അവിടെ അടുത്ത് നിന്ന് പെൺപിള്ളാരെയൊക്കെ വായി നോക്കിയൊക്കെ ഇരിക്കുകയാണ്. ചിരി കണ്ടാ അറിയത്തില്ല. നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അശികെ എന്താ ആഗ്രഹം? ഏതാണ്ട് ഒരു ഡയലോഗ് പറഞ്ഞല്ലേ, എന്ത് പറയ്? സീറ്റിൽ പോകാൻ പറ. ഇപ്പൊ പറ. നമ്മള് പോകാനുള്ള ട്രെയിൻ ഇതാണ്. നമ്മൾ നേരത്തെ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച് താമസിച്ചു. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അശികെ എന്തോ ആഗ്രഹം? എന്തോ എന്റെ ഒരു ആഗ്രഹം വെച്ചാൽ അടുത്തൊരു പെണ്ണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തോ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങണം. അറ്റ്ലീസ്റ്റ് ഒരു 10-20 മിനിറ്റെങ്കിലും മുമ്പെങ്കിലും എത്തണം. കാരണം നമ്മൾ ഓടിപ്പടച്ചൊക്കെ ആയിരിക്കും വരുന്നത്. കാരണം എനിക്ക് എപ്പോഴും ഉള്ളൊരു ഒരു കാര്യം, നമ്മളെവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് താമസിച്ചായിരിക്കും വരുന്നത്. കൊല്ലത്ത് നിന്ന് ഈ ട്രെയിന് മധുര എത്തണമെങ്കിൽ ഒരു 13 മണിക്കൂറെങ്കിലും. അതുവരെ എങ്ങനെയെങ്കിലും ഈ ട്രെയിനകത്ത് കഴിച്ചു കൂടണം. അത്യാവശ്യം ആളൊക്കെ കുറവാണ്. ഇവനെന്തോ ചിന്തയിലാണ് എങ്ങനെ എന്നെ മുടിപ്പിക്കാം എന്നുള്ള. എന്തായാലും സൈഡ് സീറ്റ് കിട്ടിയോണ്ടൊരു കാര്യമായി. അപ്പുറത്ത് നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. നല്ല നമ്മൾ തമിഴ്നാട് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും നല്ല വലിയ വലിയ മലകളും അത്യാവശ്യം നല്ല നല്ല കാണാൻ പറ്റിയ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ എൻജോയ് ചെയ്താണ് പോയത്. ഇവനും കൂടെ ഉണ്ടാകേണ്ട ഒരു ഫണ്ണിയാണ്. നമ്മളിന്നലെ രാത്രിക്കുള്ളിൽ ഇവിടെ എത്തിയായിരുന്നു. നല്ല തലവേദന ഉണ്ടായാണ് ഞാൻ അങ്ങനെ വലിയ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. 12 മണിക്കൂറിന് ഒരാൾക്ക് 350 വരുത്തുള്ളൂ. ഇതിനകത്ത് നല്ല AC കാര്യങ്ങളും വൈഫൈ കാര്യങ്ങളും ഉണ്ട്. വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാം വെർത്താണ്. 350 റെയിൽവേ സ്റ്റേഷന് തൊട്ടപ്പുറത്ത് തന്നെ ശർമ്മ ഡോമെട്രി എന്നങ്ങണ്ട പേര്. നിങ്ങൾക്ക് ആരെങ്കിലും തന്നെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തേക്കാം. അത്യാവശ്യം മധുരയിൽ വരുന്ന ആരെങ്കിലും ആണെങ്കിൽ ഇവിടെ വന്ന് ഡോമെട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരെങ്കിലും ഓട്ടോ പിടിക്കാതിരിക്കും നല്ലത്. അതിന് പകരം ഊബർ വല്ലതും ബുക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. ചായക്കട പോലും ഇല്ല. രാവിലെ ആയിട്ടൊരു കട പോലും തുറന്നിട്ടില്ല. പോലീസ് വണ്ടിയൊക്കെ ഇതിൽ കൂടെ വന്ന് ആദ്യം ട്രൈ ചെയ്യേണ്ടത് നമ്മൾ ഇവിടുത്തെ ബൺ പൊറോട്ടയാണ്. ഇവിടെ എല്ലാ കടയിലും ബൺ പൊറോട്ട കിട്ടും. അങ്ങനെ ബൺ പൊറോട്ട കഴിച്ച് നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് ഊബറിനകത്തിട്ട് നമ്മളിതാ ഓട്ടോയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അങ്ങനെ ഓട്ടോയിൽ പോവുകയാണ്. അപ്പോൾ കൂടുതലും ഇവിടെ ഊബർ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ അല്ലാത്ത ഓട്ടോക്കാരൊക്കെ നല്ല പൈസയൊക്കെ ചോദിക്കും. ഇവർ തന്നെ നമ്മളടുത്ത് വില പേശിയിട്ട് 130 തരുമോ 120 തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. പുള്ളി എന്തോ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്, നല്ല എന്തോ കഴിക്കുന്നുണ്ട്. പുള്ളിയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു. മീനാക്ഷി ടെമ്പിളിലൊക്കെ എത്ര
ദൂരമുണ്ട്. ഇപ്പം പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞു തരുക ഇന്ന ഇത്രയൊക്കെ അടുത്തുണ്ട്, ഇത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്ക് പോകേണ്ട ഹോസ്പിറ്റലിലോട്ട് പുള്ളി പെട്ടെന്ന് ഒരു നിർത്തി ഒരു വേറൊരു ഓട്ടക്കാരനെ കൂടെ കെട്ടി. നമുക്കത് കണ്ടപ്പോഴത്തേക്ക് പൊടി നീ ഇത് വേറെ വല്ല സ്ഥലത്തോട്ട് പോവുകയാണോ നമ്മളെ കൊണ്ട് അറിയാതെ. പിന്നെ മനസ്സിലായി പുള്ളിയെ ഡ്രോപ്പ് ചെയ്യാനാണെന്ന്. പുള്ളിയടുത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. മീനാക്ഷി ടെമ്പിൾ ഇവിടെ വേറെ ഇവിടെയൊക്കെ നല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. പെട്ടെന്നാണ് ഒരു കാഴ്ച കണ്ടത്. ഇവിടൊക്കെ റോട്ടിലൊക്കെ ഇത്രയും വെള്ളം. കാരണം അപ്പുറത്ത് പുഴ കിടക്കുന്നുണ്ട്. ഇവിടുത്തെ വണ്ടികളെല്ലാം വെള്ളത്തിൽ കൂടെ ഓടുന്നതാണെന്ന് തോന്നുന്നത്. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം കേരളമാണെന്ന് പോലും തോന്നിപ്പോയി. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ മുങ്ങും. കാരണം അപ്പുറത്ത് വലിയൊരു കായലുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ കണ്ട് നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. അത് എന്തായാലും കൊള്ളാം. എന്തായാലും ഒരു വെള്ളം ഫുള്ള് ഉള്ള കാര്യം നമ്മൾ ഇത്ര അറിഞ്ഞില്ല. നല്ല രസമാണ് അതിലെ കൂടെ വെള്ളത്തിൽ കൂടെ പോകാൻ. അപ്പുറത്ത് ഒരു വലിയ കായൽ, അവിടെ ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ആ ചേട്ടൻ എന്തായാലും ആദ്യം അടിച്ചു പോകാനാണ്, പിന്നെ വേറെ വഴിയില്ലാത്തോണ്ട് ആ വഴി തന്നെ പോയി. ഇതാണ് അരവിന്ദ ഐ ഹോസ്പിറ്റൽ. മധുരയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കണ്ണാശുപത്രിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ കുറേ താമസിച്ച്. കാരണം ഒരു 5 മണിയൊക്കെ ആയി കാണും. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു ചർച്ച് കണ്ടത്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ചർച്ച്. അതുപോലെ പല തമിഴ് മൂവികളിലും, മലയാള മൂവിയിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, തമിഴ് മൂവികളെല്ലാം ഈ ചർച്ച് എന്തായാലും കാണും. സെൻറ്റ് മേരീസ് കാത്തഡ്രൽ എന്ന ചർച്ചാണിത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഈ ചർച്ച് ഇവിടെ രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. ഇവർ ഇതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. നേരത്തെ ഈ കളർ അല്ലായിരുന്നു. ഞാൻ കുറേ നാൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് അന്ന് ഈ കളർ അല്ലായിരുന്നു. അപ്പം ഇപ്പം വേറെ പെയിൻറ്റും കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഒന്ന് റെഡിയാക്കിയതാണ് തോന്നുന്നു. ഇതാണ് മധുരയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു പാലസാണ് തിരുമലൈ നായക് പാലസ്. പക്ഷേ ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും ഇവിടെ നടക്കുകയാണെന്ന് തോന്നുന്നു. അതുപോലെ 5 മണി വരെയുള്ളൂ. ഇവിടെ ക്ലോസിങ് ടൈമിലാണ് നമ്മളിവിടെ വന്നത്. ഓടിപ്പടച്ച് ഇവിടെ ഓട്ടോയിൽ വന്നത് ഇവിടെയാണ്. 1636 തിരുമല നായക് എന്ന് പറയുന്ന രാജാവ് പണിയേൽപ്പിച്ചൊരു പാലസാണ്. ഇതിൻ്റെ ഉള്ളിൽ വളരെ പലരും റീൽസിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. പക്ഷെ അത്യാവശ്യം നല്ല വീഡിയോ എടുക്കാനുള്ള ഇതിൽ വന്നതാണ്, പക്ഷെ പറ്റിയില്ല. എന്തായാലും അടുത്തൊരു പ്രാവശ്യം എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വരണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് മധുരയിലെ പല ബാക്കിയുള്ള സ്ഥലങ്ങൾ, നല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പേ കണ്ട ചർച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മളൊരു ബ്ലോഗ് തുടങ്ങിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയിട്ടെന്നേ ഉള്ളൂ. ഇവിടെ അടുത്ത പ്രാവശ്യം എന്തായാലും വരുമ്പോൾ എന്തായാലും കാണാം. എന്തായാലും മീനാക്ഷി ടെമ്പിളിലോട്ട് പോവാം. ഇവിടെ മെയിൻ്റെനൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട് ആയിരിക്കാം. നേരത്തെ ക്ലോസ് എന്തോന്ന് കറക്റ്റ് കാര്യങ്ങൾ അറിയത്തില്ല എനിക്ക്. ഇവിടെയൊന്നും സമയം കളയാൻ പറ്റില്ല, കാരണം നമുക്ക് മീനാക്ഷി ടെമ്പിളിലോട്ട് പോകേണ്ടതാണ്. അപ്പം അടുത്ത മീനാക്ഷി ടെമ്പിളിലോട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ മീനാക്ഷി ടെമ്പിളിൽ നമ്മളെത്തി. ആ ഒരു വഴിയാണ്, ഒരു ചുറ്റിലാണ് അമ്പലം കിടക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഒരു ഗോപുരമുണ്ട്, 2-3 ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒന്നാമത്തെ ഗോപുരത്തിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നു. ഈ സമയം എത്തിയോണ്ടാണോ നല്ല വ്യൂ ഉണ്ട് അവിടെ. അപ്പുറത്തും ഇപ്പുറത്തും സൈഡിലൊക്കെ കച്ചവടക്കാരുണ്ട്. സൈഡിൽ മൊത്തം ഇവിടുന്ന് അറ്റം വരെ കച്ചവടക്കാരാണ്. സാധനങ്ങൾക്ക് അത്യാവശ്യം വിലക്കുറവും കാര്യങ്ങളും. ഇവിടെ വരുവാണ് നമ്മൾ ഊബർ ബുക്ക് വരുന്നതായിരിക്കും നല്ലത്, എൻ്റെ ഒരു അഭിപ്രായമാണ്. അത്യാവശ്യം ഈ സമയമായിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു യെല്ലോ കളർ കാണും. ഒരു അസ്തമയ സമയമല്ലേ. അങ്ങനെ പല ജാതി പല മതത്തിലുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അങ്ങനെ അത്യാവശ്യം 2000 വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളാണ്. കാണാൻ മധുരയിലെ ഏറ്റവും നല്ല ഫേമസ് ആയിട്ടുള്ള. ഇപ്പം നമ്മൾ വന്നപ്പം മുന്നേ മെയിൻ്റെനൻസും കാര്യങ്ങളും നടക്കുക ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ നല്ലൊരു വ്യൂ ആയിട്ട് വീഡിയോ എടുക്കാനെങ്കിലും പറ്റിയാണ്. അപ്പുറത്ത് വേറെ സൈഡുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് സന്ധ്യയാവും. എന്തായാലും ഇരുട്ടി തുടങ്ങി വരുന്നത്. ഭയങ്കര സെക്യൂരിറ്റി കാര്യങ്ങളാണ്, പോലീസും കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊരു ചായ കുടിച്ചിവിടെ നിൽക്കുക, കാരണം ഫോണൊന്നും അലോഡല്ല ഇതിനകത്തോട്ട്. അപ്പം വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി അതിന് ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നത്. പിന്നെ സ്ഥലമൊക്കെ കാണാമല്ലോ. പിന്നെ വേറൊരു ദിവസം വരുമ്പം അല്ലാതെ കാണാൻ വേണ്ടി കയറാം. ഇപ്പം നമുക്ക് വേറെ കുറച്ച് ഒരിടത്തോട്ട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ഒരു ചായ കുടിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ മറ്റവനാണെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കൊടുത്ത് ഇവിടെ നിർത്തിയേക്കുക. അതപ്പോൾ എന്തെങ്കിലും കൊടുത്താൽ മതി, അവിടെ മിണ്ടായിരുന്നോളും. സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല ജിഗർത്തണ്ട കിട്ടുന്ന ഏറ്റവും നല്ല സ്പോട്ടാണ്. കാരണം മധുരയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനങ്ങൾ ജിഗർത്തണ്ടയും ബൺ പൊറോട്ടയാണ്. എന്തൊക്കെയോ ഇങ്ങനെ ഇനി വരത്തില്ലെന്നാണ് പറയുന്നത് അല്ലേ. ഇങ്ങനെ നമ്മളപ്പം ഒരു ജിഗർത്തണ്ടയൊക്കെ വാങ്ങിച്ച് അതിനെ കുടിക്കുകയാണ്. കാരണം
അത്യാവശ്യം വെർത്താണ്. 60 രൂപയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിത് കഴിച്ച് കാരണം 2 വാങ്ങിച്ചു. 1 വാങ്ങിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്നുകൂടെ വാങ്ങിച്ചു. ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. മറ്റവന് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഐസ്ക്രീമും എല്ലാം കൊടുത്തിട്ട് അങ്ങ് ഇരുത്തിയാൽ മതി. ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് സൈഡിൽ നിന്ന്. റേറ്റൊക്കെ വലിയ കുറവാണ്. കാരണം ഓരോ കടക്കാരും ഓരോ സാധനങ്ങളും അത്യാവശ്യം റേറ്റൊക്കെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് റേറ്റും കാര്യങ്ങളും. പിന്നെ കുറച്ച് ദൈവത്തിൻ്റെയും കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളും, പിന്നെ അമ്പലത്തിൽ വരുന്നവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, പൂജാ കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ, മുല്ലപ്പൂ അങ്ങനത്തെ, പിന്നെ കുറേ ഐസ്ക്രീം ഷോപ്പുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ ഒരു ഉൾഭാഗമാണ് നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നത്. അവിടെ പോലീസ് സെക്യൂരിറ്റി പക്ക സെക്യൂരിറ്റിയാണ്. പിന്നെ വേറൊരു സൈഡിലോട്ട് വന്ന് ഞാൻ പറഞ്ഞ വേറൊരു അവിടെയും മെയിൻ്റെനൻസ് ചെറുതായിട്ട് നടക്കുന്നുണ്ട്. വേറെ സൈഡിലോട്ട് വന്നത് ഇതൊരു എൻട്രി സ്ഥലമാണ്. നമ്മൾ അവിടെ നിന്ന് വരാൻ പറ്റും എൻട്രി ആയിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ മെയിനായിട്ട് അതാ മെയിൻ എൻട്രി എന്ന് തോന്നുന്നു. കാരണം എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. നല്ലൊരു ആദ്യം വന്നപ്പോഴേ നല്ല വ്യൂ പോയിൻ്റ് ആയിരിക്കും അവിടെ. വീണ്ടും ജിഗർത്തണ്ടയുടെ ബോർഡും കാര്യങ്ങളും. ഇവിടെ മുക്കിനും മൂലയും ജിഗർത്തണ്ടയും. ഞാൻ മധുരയിൽ വന്ന് ഇറങ്ങിയപ്പോഴേ തന്നെ ജിഗർത്തണ്ട. അപ്പോൾ ഞാൻ ഒരാളടുത്ത് ചോദിച്ചു ഏറ്റവും നല്ല ജിഗർത്തണ്ട കിട്ടുന്ന അവിടെ ഏതോ സ്ഥലം പറഞ്ഞു സ്ഥലത്താണ് പോകേണ്ടതെന്ന്. അടുത്ത പ്രാവശ്യം നമുക്ക് അവിടെ ആയാലും ഇവിടെ ഉണ്ട്. 10 രൂപയ്ക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. ആ സൈഡിൽ മൊത്തം ഷോപ്പുകളാണ്. അമ്പലത്തിൻ്റെ സൈഡിൽ 2 സൈഡിലും മൊത്തം ഷോപ്പുകളാണ്. ഷോപ്പുകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ അങ്ങ് പോവുകയാണ്. ട്രാഫിക് അധികമാർക്കല്ല. ഈ പുള്ളി ഒരു നല്ലൊരു മനുഷ്യനാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മൾ ഓരോ കാര്യങ്ങളും പുള്ളിയോട് സംസാരിക്കുന്നു. പുള്ളി നമ്മളോടും കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇങ്ങനെ പുള്ളി നമ്മുടെ ഇവിടുത്തെ പിണറായി വിജയൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാനിവിടെ ചോദിച്ചു ഇവിടുത്തെ പാർട്ടി ചേട്ടൻ ഏത് പാർട്ടിയാണ്, വിജയ് ഇവിടെ ജയിക്കുമോ? ഇല്ല, സ്റ്റാലിനാണ് ഇവിടെ ജയിക്കാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് ചോദിച്ചു ട്രെയിനൊക്കെ ടൈമിൽ ഒരുപാട് സമയമുണ്ടോ, താമസിച്ചോ എന്ന് ചോദിച്ചു. നമ്മളില്ല ചേട്ടാ ഒരുപാട് സമയമുണ്ട്, പതുക്കെ പോയാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി ഓരോരോ കാര്യങ്ങളിങ്ങനെ നമ്മുടെ അടുത്ത് ചോദിച്ചു. നല്ലൊരു മനുഷ്യൻ. ഞങ്ങൾ വന്നത് ഓട്ടോ ഒക്കെ പിടിച്ചത് അത്യാവശ്യം നല്ലൊരു മനുഷ്യനായിരുന്നു പുള്ളി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്നാ പ്ലേസ് ആണ്? ഇത് എന്നാ പ്ലേസ്? ഞാനൊരു ചിന്ന യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പം അതിൽ പോട്ട് വീഡിയോ பண்ணிட்டு പെരുമാൾ അണ്ണൻ്റെ നമ്പർ മേടിക്കാം. നമുക്ക് വരുമ്പോൾ പുള്ളി നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മൾ പോകാൻ നേരത്തെ ഇറങ്ങാൻ നേരത്തെ പുള്ളിയുടെ തന്നെ പറഞ്ഞ ഒരു ഹായ് കൊടുത്തേ ഹായ്. പുള്ളി ഒരു ഹായ് ഒക്കെ തന്ന് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പോയി. ഇനി പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞ നല്ലൊരു ബിരിയാണി ഉണ്ട് അവിടെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവിട്ടത്. ഇവിടെ ഈ സ്ട്രീറ്റിൽ നല്ല ചിക്കൻ ബിരിയാണി. അത്യാവശ്യം ഞങ്ങൾ ഇവിടെ വന്നതിൽ അത്യാവശ്യം നല്ല കടയ്ക്ക് വൃത്തിയും കാര്യങ്ങളില്ലെങ്കിലും അത്യാവശ്യം നല്ല വന്നതിൽ ബിരിയാണി നല്ല ടേസ്റ്റായിട്ട് കിട്ടിയത്. ഇവിടെ വേറെയൊക്കെ ബിരിയാണി എന്നും പറഞ്ഞ് തരുന്നതെല്ലാം വേറെ എന്തോ സാധനങ്ങളാണ് ഇവിടെ. അത്യാവശ്യം നല്ല റൈസും നല്ലതായിരുന്നു, ചിക്കനും നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര തിരക്കിലാണ്. ഫ്രൈഡ് റൈസ് നൂഡിൽസും എന്തും കാര്യങ്ങളും അത് അവൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞു ബിരിയാണി വല്ലെന്ന് തോന്നുന്നു. പുള്ളി അതാ പറഞ്ഞു നല്ലതെന്ന് പറഞ്ഞാൽ അതാന്ന് പറഞ്ഞു. അവന് നൂഡിൽസേ കഴിക്കത്തോളം. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. കാരണം ട്രെയിന് ഇനിയും 2 മണിക്കൂറുണ്ട്. അപ്പം അതുവരെ ഫോണൊന്ന് കുത്തിയിട്ടിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുക. ഫോൺ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകാനും സാധ്യതയുണ്ട്. ഏതോ ഒരു പെങ്കൊച്ചിനെ കിട്ടി അവരോട്ട് മെസ്സേജ് കൊണ്ടിരിക്കുക. കണ്ണ് തെറ്റിയ ഫോൺ അടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലം. ഇവിടെ ഓരോ പോലീസുകാരൊക്കെ വന്നിട്ട് പറയാണ് ലാപ്ടോപ്പ് ഫോണൊക്കെ സൂക്ഷിച്ചേക്കണം. കണ്ണങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഫോണ് പോവും, വീട്ടിൽ പൈസയൊക്കെ പോകും. നമുക്ക് 11 മണിക്കാണ് ട്രെയിന്. രാവിലെ 8:30 ആകുമ്പം വീട്ടിലെത്തും. ഇതാണ് മധുര പുനലൂർ പാസഞ്ചർ. ഇതിനകത്താണ് നമുക്ക് പോകേണ്ടത്. രാവിലെ 8:30 ആകുമ്പോൾ നമ്മളവിടെ എത്തും. അങ്ങനെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇരിക്കുകയാണ്. അപ്പം ട്രെയിനകത്ത് ഉള്ളിലോട്ട് കയറി നമ്മൾ സൈഡ് സീറ്റ് കിട്ടി. 2 പേരുടെ ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയി. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും സൈഡ് സീറ്റ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം സൈഡ് സീറ്റ് നമുക്കൊരു വീക്ക്നെസ് ആണ്. കാരണം കുറേ കാഴ്ചയൊക്കെ കാണാം. നമ്മളിപ്പോഴും ഉറങ്ങുന്നില്ല. എന്തായാലും ഒരു സിനിമയൊക്കെ കണ്ട് ഒരു മൂവിയൊക്കെ കണ്ടിട്ടിരിക്കുക. ഇവനാണെങ്കിൽ ഇന്ന് ഉറങ്ങുന്ന ലക്ഷണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഏതോ ഒരു പെണ്ണിനുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോഴും തൊട്ട് ഏതോ പെണ്ണിനുമായിട്ട് ചാറ്റ് ചെയ്ത് ഇരിക്കുക. എന്തായാലും നമ്മൾ രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്ക് കൊല്ലത്തിന് ഇപ്പുറം എത്തി. അടുത്ത സ്റ്റേഷൻ കൊല്ലമാണ് നമുക്ക് ഇറങ്ങേണ്ടത്. TTR ഒക്കെ വന്നിട്ട് കുറേ ആൾക്കാരൊക്കെ
ടിക്കറ്റ് എടുക്കാത്തതിന് പിടിച്ചോണ്ടൊക്കെ പോയിരുന്നുണ്ട്. നമ്മൾ കൊല്ലത്ത് എത്തി, ഒരു കറക്റ്റ് 8:30 ആയപ്പോൾ കൊല്ലത്തെത്തി. ഇനി ഇവിടുന്ന് ബസ് പിടിക്കും. യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ബ്ലോഗായിട്ട് ജസ്റ്റ് സ്റ്റാർട്ടപ്പ് പോലെയാണ് ഇത് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് കുറേ സ്ഥലം കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം നമുക്ക് പലയിടത്തും പോയപ്പോഴും നമുക്ക് അവിടെ നിരാശ. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ മെയിൻ്റെനൻസും കാര്യങ്ങളും നടക്കുമായിരുന്നു. കുഴപ്പമില്ല, അടുത്ത വീഡിയോയിൽ നമ്മളത് പരിഹരിക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഓരോ യാത്രയും നമുക്ക് ഓരോ കാര്യങ്ങളാണ് സമ്മാനിക്കുന്നത്. നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. കൂടുതൽ ആൾക്കാർ, ഈ വീഡിയോ കാണുന്ന ആൾക്കാരും മിനിമം വീട്ടിലിരിക്കുന്നവരൊക്കെയാണ് ഓരോ യാത്രകൾക്ക് പോയിക്കൊണ്ടിരിക്കുക. യാത്ര എപ്പോഴും നമുക്ക് ഓരോ അനുഭവങ്ങൾ സമ്മാനിക്കും, പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.